ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഒരു പുട്ടാണ്. പാൽപുട്ട്, ക്യാരറ്റ് പാൽപുട്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ആട്ട വിത്ത് മൾട്ടിഗ്രെയിന്, പിന്നെ റോസ്റ്റഡ് റാഗി പൗഡറാണ് കേട്ടോ. ഇത് രണ്ടും കൂടെ തുല്യമായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് തേങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ ചിരകിയത് കുഴയ്ക്കാനായിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് പുട്ടിനായിട്ട് കുഴച്ചെടുക്കണം. പിന്നെ ഇതിലേക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു ക്യാരറ്റാണ്. ഈ ക്യാരറ്റ് നന്നായി തന്നെ ഒന്ന് ഫുഡ് പ്രോസസ്സറിലിട്ട് കറക്കിയെടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഫുഡ് പ്രോസസ്സർ യൂസ് ചെയ്യാത്തവർ വെറുതെ ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇതിലേക്ക് പിന്നെ 1 കപ്പ് പാലും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. പാലും കുറച്ച് ചൂടുവെള്ളവും. അപ്പോൾ ഞാൻ 1/2 ഗ്ലാസ് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. തിളച്ച വെള്ളമൊന്നുമല്ല, നല്ല ചൂടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇത് ഫ്രിഡ്ജിലിടുന്ന പാലാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആകുമ്പോൾ ഇതിൻ്റെ ചൂട് ശരിയായിക്കോളും. ഇനി ഇതൊഴിച്ച് വേണം നമുക്ക് പുട്ട് നനയ്ക്കാനായിട്ട്. അപ്പോൾ ഈ പുട്ടുപൊടിയിലേക്ക് നമുക്കൊരൽപ്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഈ പുട്ട് നമ്മൾ കുറച്ച് പാലിൽ കുഴയ്ക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പുട്ടിനന്നേരം. അതുകൊണ്ട് തന്നെയാണ് നമ്മളിതിനെ പാൽപുട്ട് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ബീറ്റ്റൂട്ട് ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് പാൽപുട്ട് തയ്യാറാക്കാം. ബീറ്റ്റൂട്ട് പാൽപുട്ട്, അല്ലെങ്കിൽ ക്യാരറ്റാണ് ഉപയോഗിക്കുന്നതിന് ക്യാരറ്റ് പാൽപുട്ട്. തേങ്ങയും ക്യാരറ്റും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിൽ നമ്മൾ ഇട്ട് കൊടുക്കണം. പുട്ടിൻ്റെ കുഴയ്ക്കൽ ഇപ്പോഴും നല്ല കറക്റ്റാവണം കേട്ടോ. വെള്ളവും കുഴയ്ക്കലുമൊക്കെ നല്ല കറക്റ്റായിട്ട് അയാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക പുട്ടിന്. പുട്ടുപൊടി കുഴച്ച ശേഷം കുറച്ച് സമയം ഇങ്ങനെ തട്ടിപ്പൊത്തി ഇങ്ങനെ വെക്കണം. എന്നാൽ മാത്രമേ ആ പുട്ടിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മൾ പുട്ടുണ്ടാക്കാനായിട്ട്. കുറച്ച് തേങ്ങ നമ്മൾ ഈ പുട്ടുപൊടിയിലിട്ട് മിക്സ് ചെയ്ത് കുഴച്ചിട്ടുണ്ട്. ഇനി തേങ്ങയും ക്യാരറ്റും കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. ഒരു ക്യാരറ്റ് പീസ് വലുത് കിടക്കുന്നുണ്ടായി. അപ്പോൾ ഈ ക്യാരറ്റ് മുഴുവനായിട്ട് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാം. എന്നിട്ട് ഒരൽപ്പം ഉപ്പ് ഇതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ക്യാരറ്റിൽ ഉപ്പില്ലാതെ വരുമ്പോഴേ അധികം ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ക്യാരറ്റിലും ഒരൽപ്പം ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. ക്യാരറ്റ് തേങ്ങ മിക്സിൽ ഇനി നമുക്ക് പുട്ട് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. പുട്ടിൻ്റെ ഇത് തേങ്ങയും ക്യാരറ്റും കൂടിയുള്ള മിക്സാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് പുട്ടിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കണ പോലെ തന്നെ
ക്യാരറ്റ് മിക്സ് ചെയ്യുന്നു, പാല് മിക്സ് ചെയ്യുന്നു എന്നുള്ള പ്രത്യേകത ഉള്ളൂ കേട്ടോ. വേറെ പ്രത്യേകതയൊന്നും ഇതിനില്ല. പക്ഷേ ഇതിൻ്റെ ഗുണം വേറെ തന്നെയാണ്. കാരണം മൾട്ടിഗ്രെയിൻ ആട്ടയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ റോസ്റ്റഡ് റാഗി പൗഡറും, ഇത് രണ്ടുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. വെറുതെ അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ അല്ല. അതുകൊണ്ട് അതിൻ്റേതായ ഗുണം നമുക്കുണ്ടാകും. ഇതിപ്പോൾ ഏത് പൊടിക്ക് വേണേലും ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. അരിപ്പൊടി കൊണ്ടോ വെറുതെ ഗോതമ്പ് പൊടി കൊണ്ടോ ഒക്കെ നമുക്ക് ഇങ്ങനെ പുട്ടുണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്യാരറ്റ് തേങ്ങ മിക്സ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ നല്ലൊരു കളറൊക്കെ ഉള്ള പുട്ടാവുമ്പോഴേ ഇഷ്ടമായിരിക്കും കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ ഇതിന്. അപ്പോൾ അങ്ങനെ നമ്മുടെ കുക്കർ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. പുട്ട് കുടമല്ലല്ലോ, കുറ്റിയും കുക്കറും കൂടെ അടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 5 മിനിറ്റോ 8 മിനിറ്റോ കഴിയുമ്പോൾ നമുക്ക് ഈ പുട്ട് എടുക്കാവുന്നതാണ്. നല്ലൊരു പുട്ടാണ് കേട്ടോ ഇത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നല്ല വൈറ്റമിൻസൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ ക്യാരറ്റൊക്കെ അങ്ങനെ തന്നെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് വളരെ നല്ലതാണ് കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പച്ചക്കറിയൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയല്ലേ. അവർക്ക് എപ്പോഴും ചിക്കനും ഫിഷും അങ്ങനെയൊക്കെ ഉള്ളതും മതി. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിലേ വളർത്തിക്കൊണ്ടുവരുമ്പോൾ തന്നെ അവരെ ഒന്ന് ട്യൂൺ ചെയ്ത് കൊണ്ടുവരണം. ഇന്ന ഐറ്റംസൊക്കെ കഴിച്ചാൽ നല്ലതാണ് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, നമ്മൾ ഉണ്ടാക്കി തീറ്റണം അവരെ. എന്നാൽ മാത്രമേ അവരൊക്കെ ചെറുപ്പകാലത്ത് കഴിച്ച ഫുഡിൻ്റെയൊക്കെ ഒരു ഓർമ്മ ഉണ്ടാവുള്ളൂ. എനിക്കൊക്കെ ഇപ്പോൾ എൻ്റെ അമ്മ ഉണ്ടാക്കി തന്ന ആ ഫുഡൊക്കെ കഴിക്കാനാണ് എനിക്കിപ്പോഴും ഇഷ്ടം. അല്ലാതെ കുറേ മട്ടനും ചിക്കനും അങ്ങനെയൊന്നും കഴിക്കാനല്ല എനിക്കിഷ്ടം. ഞാൻ ജനിച്ചു വളർന്നപ്പോൾ അമ്മ ഉണ്ടാക്കി തന്ന ഭക്ഷണത്തിൻ്റെ രുചി എപ്പോഴും നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ കുട്ടികളെ നമ്മളങ്ങനെ വളർത്തണം കേട്ടോ. അല്ലാതെ എപ്പോഴും നോൺ വെജ് കൊടുത്ത് അതൊന്നും നല്ലതല്ലല്ലോ. അപ്പോൾ നമ്മുടെ ആവി പറക്കുന്ന പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ക്യാരറ്റ് മിൽക്ക് പുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. റാഗി പൗഡറും വീറ്റ് പൗഡറും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കളറിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ വൈറ്റ് കളറും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അരിപ്പൊടി കൊണ്ടുണ്ടാക്കിയാൽ പ്യുർ വൈറ്റ് ആയിരിക്കും. അപ്പോൾ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. പക്ഷേ ഗുണം നോക്കുമ്പോൾ ഈ ഒരു പുട്ടിനാണ് ഗുണമുണ്ടാവുക കുറച്ചുകൂടെ. കാരണം മൾട്ടിഗ്രെയിൻ ആട്ടയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ റാഗി പൗഡറും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ജാൻസീസ് ഹോം ടിപ്സ്.